ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് ചൊവ്വാഴ്ചയാണ്, നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ രാവിലെ എങ്ങനെയാണെന്ന് വെച്ചാൽ പരീക്ഷണമാണ്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ പരീക്ഷണം. ഇതിപ്പോൾ ലാസ്റ്റായിരുന്നു കേട്ടോ. എനിക്കത് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. നല്ല രസമുള്ള സംഭവമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ അത് തികയാത്തത് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്, ഞാൻ വെറുതെ നെയ്യിട്ടിട്ട് കൊടുത്തത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ ബ്രെഡും റവയും കൂടിയിട്ട് പൊടിച്ച് നല്ലോണം അടിച്ച് കുറച്ച് ഉപ്പിട്ടിട്ട് മാറ്റി വെച്ചു. അതിൽ കുറേ വെജിറ്റബിൾസും കാര്യങ്ങളിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളതെടുത്തിട്ട് ശരിക്ക് ദോശ പോലെ ഉണ്ടാക്കിയിട്ട്, ദോശ പോലെയല്ല, കട്ടിയിൽ പിസ്സ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ സോസേജ് മുറിച്ച് വെച്ചേക്കാറ്. സോസേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചതിന് ശേഷം കട്ട് ചെയ്ത് നേരിയ സ്ലൈസ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ മുകളിൽ ഫുൾ ചീസ് ഇട്ടിട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ തോമു സാധാരണ ഒന്നും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല, ഉണ്ടാക്കിയതൊന്നും അവന് വലിയ ഇഷ്ടമില്ല. പക്ഷേ ഇന്ന് ഭയങ്കര ഇഷ്ടമായിട്ട് കഴിച്ചു. അപ്പോൾ ഞാൻ ആ ഉണ്ടാക്കണ തിരക്കില്ല, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന മാവ് ഒഴിച്ചതാണ് ഇപ്പം നിങ്ങൾ ആ പാനിൽ കണ്ടത് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞീത് ഞാൻ പരീക്ഷണം ഞാൻ എപ്പോഴും കുറച്ചുമേ ഉണ്ടാക്കുള്ളൂ. അടുത്ത പ്രാവശ്യം ഞാൻ ശരിക്കും ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കി, അതൊക്കെ കഴിച്ച്. അപ്പോൾ പാച്ചൂര് മറ്റേ സ്നാക്സ് കൊണ്ടുപോകണം. അപ്പോൾ ഹോം മെയ്ഡ് സ്നാക്സാണ് വേണ്ടത്. അപ്പോൾ അവന് മറ്റേ ടൊമാറ്റോ ദോശ, ഗോതമ്പ് ദോശ, അവളുടെ സ്പെഷ്യൽ ദോശയുണ്ട്, അത് പാച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കി. സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കിച്ചണിൽ വരണതിൽ മുമ്പേ ഓച്ചുവിൻ്റെ വക അത് ഒതുക്കലും പെറുക്കലും ടിഫിൻ ആക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് തൊട്ട് അവൻ വലിയ കുട്ടിയായി. അപ്പാപ്പൻ്റെ കൂടെ പോവും, തിരിച്ച് വരുമ്പോൾ അവരുടെ വാനിൽ വരും. അങ്ങനെയാണ് ഇന്ന് തൊട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചേർത്തിട്ടുള്ളതും തൊട്ടടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പാച്ചുത ഫസ്റ്റ് ഡേ ആണ് അപ്പാപ്പൻ്റെ കൂടെ. പ്ലേ സ്കൂൾ മറ്റേ സമ്മർ ക്ലാസ്സാണ്. എങ്കിലും എന്താ പറയുക, നമ്മളെ സംബന്ധിച്ച് അവൻ ഓരോ ചുവട് മുകളിലേക്ക് കയറുന്നത് നമുക്കൊരു അത്ഭുതമാണല്ലോ. അങ്ങനെ പാച്ചു അപ്പാപ്പനും കൂടി പോയി. ഇവിടെ തോമുതേ ഓച്ചുമായിട്ട് എപ്പോഴും നല്ല രസമാണ് അവർ തമ്മിലുള്ള കോമ്പോട്ടോ, എപ്പോഴും അത്. അപ്പോൾ ഓച്ചുവിനോട് പറയാം, ഓച്ചു പുറത്തു നിന്നോ, ഞാൻ വാതിലടയ്ക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വന്നപ്പോഴാണ് തോമു ശ്രദ്ധിക്കണം, അമ്മാമ്മയുടെ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മാമ്മ പാത്രം കഴുകിയിട്ടല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, തോമു പാത്രം കഴുകി തന്ന അമ്മാമ്മയുടെ ഡ്രസ്സ് നനയില്ല എന്നിപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കാര്യവിവരങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞൊക്കെ ചെയ്തൊക്കെ തുടങ്ങിയിട്ടോ. അതുപോലെ ഓച്ചുവിനോട് പറയും, ഓച്ചുവിനെ ഞാൻ പറ്റിച്ചു. അങ്ങനെ വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കേൾക്കാൻ നല്ല രസമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ പാച്ചും കൂടി പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഇവർ തമ്മിലുള്ള സംഭാഷണം നമുക്ക് കേൾക്കാൻ പറ്റുക. അപ്പോൾ ഇവർ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ ചെറുപ്പമാണ് എനിക്ക് ഓർമ്മ വരും. ഇവർ 5 എണ്ണം കൂടിയിട്ട്, അതിൽ റോസ മൂത്തത് കഴിഞ്ഞിട്ട് 3 ആൾ ഒരേ പ്രായം പോലെയായിരുന്നു. പിന്നെയാണ് ഓച്ചു വന്നത്. അങ്ങനെ അപ്പോൾ എനിക്ക് ഇവരുടെ ഈ കലബല സംസാരമാണ് എൻ്റെ ഓർമ്മയിൽ വരെ, ഇവർ 2 പേരും തമ്മിൽ പറയുമ്പോൾ കേട്ടോ. അങ്ങനെ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അപ്പാപ്പൻ പോയിട്ടല്ലേ ഉള്ളൂ. പിന്നാലെ ഇനിയിപ്പോൾ തോമുവിനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ചാക്കോച്ചനെയും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ ഇന്നലെ ഓച്ചുവിനെ ഡോക്ടറെ അടുത്ത് പോയത് നന്നായി, കാരണം ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെ പോയില്ലായിരുന്നെങ്കിൽ കൂടി പ്രശ്നമായി തന്നെ. ഇന്നലെ പോയി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത കാരണം ഓച്ചു എന്താ പറയുക, ചാലിലായി. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ തൂങ്ങി പിടിച്ചിരിക്കുകയായിരുന്നു, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വയ്യാണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ചാക്കോച്ചനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ. കാരണം ചാക്കോച്ചനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കുറുങ്ങൽ പോലെ ഒരു തോന്നൽ. അപ്പോൾ അവന് എന്തെങ്കിലും കണ്ടാൽ നമ്മൾ വേഗം കൊണ്ടുപോകും, കാരണം എപ്പോഴെപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണ കാരണം ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനെ ഡിവൈൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് ചാക്കോച്ചനെയും കൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ പോകാനായിട്ട്, ദയയിലേക്ക് പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ വിളിച്ച് പറയുമ്പോഴേക്കും അവിടെ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ചെന്നില്ല, കുട്ടിയെ കാണിക്കുക, പോരുക, അത്രേ വേണ്ടി വരുള്ളൂ. ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തിരക്കുള്ള ദിവസം മെഡിസിൻ പോലും അവിടുന്ന് വാങ്ങിക്കില്ല, കാരണം ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷത്തിൽ കുട്ടികളെയും കൊണ്ട് അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ സുഖമില്ലല്ലോ. അപ്പോൾ അവർ പോയി എൻ്റെ പിന്നാലെ നമ്മളെപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോവുക, അല്ലെങ്കിൽ വല്ല പരീക്ഷയ്ക്ക് പോവുക, അങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ അപ്പം ഞാൻ മെഴുകുതിരി കത്തിക്കും. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, എൻ്റെ ഒരു വീക്ക്നെസ്സാണ് മെഴുകുതിരി കത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പതിവ് പോലെ ഇന്നും അത് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡി നമ്മുടെ സോസ് പാൻ ഒരെണ്ണം ദോശ ഉണ്ടാക്കാനായിട്ട് എടുത്തപ്പോൾ അതിൻ്റെ പിടുത്തം കയ്യിൽ നിന്ന് പോകുന്നു. നോക്കിയപ്പോൾ അത് ഗ്യാസിൻ്റെ ഒരടുപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വലുപ്പത്തിൽ ഇങ്ങനെ കത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പിടി പെട്ടെന്ന് അങ്ങോട്ട് ഒടിഞ്ഞു പോയി. അപ്പോൾ ഡാഡി പുതിയൊരു പിടി ഫിറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ അറ്റകുറ്റപ്പണികളൊക്കെ ഡാഡിയാണ് കേട്ടോ ചെയ്യാം. അങ്ങനെ
രാവിലത്തെ എല്ലാം കഴിഞ്ഞ് കുട്ടികൾ കംപ്ലീറ്റ് ഒതുക്കിയിട്ടു. അപ്പോൾ ഇന്ന് ഡിവൈൻ ഹോസ്പിറ്റലിലേക്ക് പോകണം. കാരണം ഡിംപിളാണ് ഇന്നത്തെ കിച്ചൺ ഫുൾ ഏറ്റെടുത്തത് കേട്ടോ. അപ്പോൾ ഞാനും ഡാഡിയും കൂടിയിട്ട് ഇങ്ങനെ ബിസിനസ്സിൻ്റെ കാര്യത്തിലെടുത്തു. അപ്പോൾ ഇത് മുഴുവൻ AD സ്റ്റോൺസിൻ്റെ ലോക്കറ്റ് സെറ്റുകളുമാണ് കേട്ടോ. കുറേ ലോക്കറ്റ്സും ഉണ്ട്, അതിൻ്റെ സെറ്റുകളുണ്ട്, ലോക്കറ്റും കമ്മലുമായിട്ടുള്ള സെറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് വരണോട് കൂടിയിട്ട് ഞാൻ നടയിലത്തെ ലൈറ്റും മെഴുകുതിരിയൊക്കെ ഓഫ് ചെയ്തു. നമ്മുടെ ചാക്കോച്ചൻ ഉഷാറായിട്ട് കിടന്ന് കളിക്കുന്നു. സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവന് പുതിയൊരു ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് അവൻ ഉഷാറായി. അപ്പോൾ അവൻ ഇടയ്ക്കൊന്ന് പേടിപ്പിക്കും. അവന് ഇങ്ങനെ വെച്ചാൽ ഈ ചൂട് കാരണം അവൻ ഈ കരയുമ്പോൾ നമുക്ക് പേടിയാണ്. കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വീർപ്പുട്ടല്ല, നമ്മളെ പേടിപ്പിക്കണ പോലെ അവൻ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് ഡിവൈൻ മുറ്റത്തേക്ക് ഇറങ്ങി തുണികൾ വിരിച്ചിടൽ, പിന്നെ സൈഡൊക്കെ അടിക്കൽ, അതൊക്കെ ഇന്ന് ഡിവൈൻ്റെ പണിയായിരുന്നു. പക്ഷെ ഞാൻ കണ്ടില്ല കേട്ടോ. ശരിക്കും ഞങ്ങളുടെ അടുത്ത് ഇവനിങ്ങനെ കിടന്ന് കളിച്ചപ്പോൾ ഞാനും ഡാഡിയും ഈ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഇപ്പോൾ സീസണാണല്ലോ. അപ്പോൾ സീസണാകുമ്പോൾ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതനുസരിച്ച് തിരക്കും കാര്യങ്ങളാണ്. അപ്പോൾ ഓച്ചുവാണ് അടുക്കള കാര്യം ഏറ്റെടുത്തത്. അപ്പോൾ ഈ ഡാഡി എവിടുന്നോ കാടയുടെ ഇറച്ചി കൊണ്ടുവന്നതാണ്. അപ്പോൾ കുഞ്ഞ് കാടയാട്ടോ, വളരെ ചെറുതാണ്. ഇതിപ്പോൾ നാളേക്കുള്ള ഇഡ്ഡലിക്കുള്ള അരി ഞാൻ തന്നെ കഴുകി ഇട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞ് കുട്ടികളെ ഏൽപ്പിച്ചു. അപ്പോൾ ഇത് ഓച്ചുവിൻ്റെ വക പയറുപ്പേരിയും ഇന്ന് ഉണക്കപ്പയർ ചാറും പിന്നെ അയില വറുത്തതും അതായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് കേട്ടോ. പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല, നീ ഇതേ കഴിക്കാവോ അല്ലെങ്കിൽ ഞാനിത് കഴിക്കണം അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. അപ്പം ഞാൻ കാട ക്ലീൻ ചെയ്ത് അവർക്ക് കൊടുത്തു. അപ്പോൾ ഓച്ചതേ അതൊക്കെ പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരം ആവണതിന് മുമ്പ് മറ്റേ ഇതിലിടാം, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വോൾട്ടേജിൻ്റെ പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ഉച്ചയിലത്തെ പരിപാടി മൊത്തം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ് പാച്ചൂട്ടൻ ഞാൻ പാച്ചൂട്ടൻ്റെ എടുക്കണം എന്ന് വിചാരിച്ചപ്പോഴേക്കും പറ്റിയില്ല. അവനിന്ന് ആദ്യമായിട്ട് വാനിൽ ഒറ്റയ്ക്ക് മറ്റേ സ്കൂളിൻ്റെ വണ്ടിയിൽ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങി. അപ്പോൾ അവനും ഓച്ചും പോയിട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ ഭാഗങ്ങൾ അപ്പോൾ രാത്രി ഡിവൈനെ അരയ്ക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വേഗം ചോറടക്കം ഇഡ്ഡലിക്ക് അരയ്ക്കാനുള്ളതിൽ ചോറടക്കം വെച്ചിട്ടാണ് ഞാൻ ഉച്ചയിലത്തെ പരിപാടി അവസാനിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്രീൻ ചിക്കൻ വെച്ചു രാത്രി ചപ്പാത്തിയിലേക്കുള്ളത്. അപ്പോൾ അങ്ങനെ രാത്രി വരെയുള്ള പണികൾ ശരിക്കും കഴിഞ്ഞു. കാട എടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്യല്ല, ഒന്ന് ഫ്രൈ ചെയ്യേ വേണ്ടു. അങ്ങനെ ഇന്ന് നമ്മുടെ പാച്ചുവിന് പൂൾ ഡേ ആയിരുന്നു. അപ്പോൾ പൂളിലായിരുന്നു ഇന്ന്. അപ്പോൾ അവിടുത്തെ ഇട്ട ഡ്രസ്സൊക്കെ അവർ വാഷ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൊടുത്തയക്കുക കേട്ടോ. അപ്പം ഞാൻ പറയും വാഷ് ചെയ്യേണ്ടെന്ന് പറഞ്ഞോളൂ എന്ന്, എന്നാലും അവർ വാഷ് ചെയ്തിട്ടാണ് കൊടുത്തയക്കുക. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഇതിൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഇരുന്നു. അപ്പോൾ ഇത് ഫുൾ ഇന്ന് സൂഫിയുടെ വളകളാണ് കേട്ടോ. കുറച്ച് വളകൾ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഞാനത് എന്തായാലും ഫോട്ടോ എടുത്ത് എനിക്ക് ഫോൾഡറാക്കി ഇടണമല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ നിങ്ങളെയും കൂടി കാണിക്കാം. അപ്പോൾ ഞാൻ നാളെ തൊട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ ഡ്രീം കളക്ഷൻസ് എന്നുള്ള ചാനൽ ഓപ്പൺ ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിലും ഇടയ്ക്കൊന്ന് പോയി നോക്കിക്കോളൂ. നമ്മളുടെ ചാനൽ തന്നെയാണ് ഡ്രീം കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ വളരെ കുറച്ച് വീഡിയോസ് ഉള്ളൂ, എന്നാലും നിങ്ങൾ നോക്കിക്കോളൂ. നമ്മളുടെ കളക്ഷൻസൊക്കെ ഒരുവിധം അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പേസ്റ്റൽ കളേഴ്സ് ഉണ്ട്, മറ്റേ ട്രാൻസ്പാരൻറ്റ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നല്ല നല്ല കളറുകളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരുവിധം ഒട്ടുമിക്ക കുട്ടികളും സാരികൾക്ക് അതാത് കളറിൽ കമ്മലിനും മാലയേക്കാളും കൂടുതൽ വളയാണ് യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മൾ കമ്മലും മാലയാണ് ഉപയോഗിച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ വളകളാണ് കൂടുതൽ. നമ്മൾ സാരിയുടെ തല ഇങ്ങനെ പിടിക്കുമ്പോൾ ആ വലത്തെ കൈമൊക്കെ എടുക്കുന്ന വള ഈ സാരിയോട് മാച്ച് ചെയ്യണം, അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ കളേഴ്സും നമ്മളുടെ കയ്യിൽ ഈ സൂഫി ഉണ്ട്. സൂഫി ആകുമ്പോൾ സൂഫി അല്ലെങ്കിൽ മറ്റേ ഡംബൽസൊക്കെ ആകുമ്പോൾ അഡ്ജസ്റ്റബിൾ ബാംഗിൾസ് ആകുമ്പോൾ നമുക്ക് ഇന്ന പ്രായം അല്ല ഇന്ന സൈസ് എന്നില്ല, നമ്മളുടെ കയ്യിലിട്ട് നമ്മളുടെ കയ്യിനനുസരിച്ച് ഒന്ന് കുറച്ചൊന്ന് അമർത്തി കഴിഞ്ഞാലായി. അല്ലെങ്കിൽ വലുതാക്കണമെങ്കിൽ നമ്മളുടെ കയ്യുമേ 2 ബോൾ അപ്പുറം മുട്ടണ പോലെ ആയി കഴിഞ്ഞാൽ അതായി. ഇതിങ്ങനെ ഒരു ക്ലിപ്പായിട്ടുള്ള വളയാണ് കേട്ടോ. അപ്പോൾ ഇതും അങ്ങനെയൊക്കെ തന്നെയാണ്. ശരിക്കും വാച്ച് പോലെ കിടക്കും, ലൂസായവർക്കാണെങ്കിൽ ബ്രേസ്ലെറ്റ് പോലെ കിടക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നതാണ്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തർ ചോദിക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുട്ടികൾ കുറേ പേര് ആവശ്യപ്പെട്ടതനുസരിച്ച് രണ്ടാമത് വരുത്തിച്ചതാണ്. പക്ഷേ എല്ലാ കളേഴ്സൊന്നും കിട്ടിയിട്ടില്ല. ഉള്ള കളറ് ഞാൻ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ഞാനിതിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ബ്ലൂവിൽ തന്നെ 3 ടൈപ്പ് ബ്ലൂ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ കണ്ടോ, 3 ടൈപ്പ് ബ്ലൂ ആണ്. അതന്നെ ഗ്രീനിലും അതെ 3 ടൈപ്പ് ഗ്രീൻ ഉണ്ട്, റെഡിൽ 3, അതായത് എല്ലാത്തിൻ്റെയും വേരിയൻ കളേഴ്സ് എന്ന് പറയില്ല, എല്ലാതും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ.
ഇതിപ്പോൾ ഗ്രീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചിലതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ സെയിം കമ്മലും ലോക്കറ്റും ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെയൊക്കെ സെയിം കമ്മലും ലോക്കറ്റും ഉണ്ട്. അപ്പോൾ മോതിരമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സെറ്റാക്കി ഉപയോഗിക്കുകയും ചെയ്യാം. വളരെ സിമ്പിളാണ്, എന്നാൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പണ്ടത്തെ പോലെ ഇപ്പോൾ വലിയ വലിയ നെക്ലസ്സുകൾ ഇടുന്ന സംഭവം നിർത്തി. ഇപ്പോൾ കല്യാണങ്ങൾക്ക് പോലും എങ്ങനെയാണെന്ന് വെച്ചാൽ കൊച്ചു സംഭവങ്ങളാണ് ഇടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും മണി 4:15 അപ്പാപ്പം പോയിട്ട് തോമുവിനെ കൊണ്ടുവന്നു. അപ്പോൾ ഇനി തോമുവിൻ്റെ കളിവിളാട്ടങ്ങളാണ് കേട്ടോ അടുത്തത്. തോമു വന്നു കഴിഞ്ഞാൽ ആകെ ഒരു ബഹളമാണ്. കുറച്ച് നേരം കാണാത്തതിൻ്റെ ഒരു വർത്താനവും കാര്യങ്ങളൊക്കെയാണ്. വരണോടുകൂടി വണ്ടി കൊണ്ടാണ് മൂപ്പര് വരണേ. അവൻ്റെ ജീവിതമേ വണ്ടിയിലാണ്. അവന് എപ്പോഴും കയ്യിലൊരു വണ്ടി വേണം, ചെറുതോ വലുതോ ഏതെങ്കിലും ഒരു വണ്ടി വേണം അവന് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവനെ മുറിയിലൊക്കെ പൂട്ടിയിട്ടെങ്കിലും പിന്നെ ഒരു രക്ഷയില്ല. മൂപ്പര് പുറത്തേക്ക് ഇറങ്ങി ഇതാ വണ്ടിയിൽ സഞ്ചാരം തുടങ്ങിയപ്പോൾ പാച്ചു ഒന്നും എണീറ്റിട്ടില്ല. പാച്ചും ചാക്കോച്ചനും എണീറ്റിട്ടില്ല. അപ്പോൾ തോമുനെ പതുക്കെ ഡിവൈൻ മുറ്റത്തേക്ക് കൊണ്ടുവന്ന് അവൻ വണ്ടിയിൽ ഇങ്ങനെ കളിയാണ്. അപ്പോഴേക്കും ചാക്കോച്ചൻ എണീറ്റും. അങ്ങനെ എന്താ പറയുക, പിന്നെ വീണ്ടും ബഹളമായി വീട്ടിൽ. അത് കുറച്ച് നേരമാണ് ഒരു അനക്കല്ലാണ്ട് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബഹളമാണ് കേട്ടോ. 3 ആളും കൂടിയിട്ട് ആരുടെ ഒച്ച കൂടുതലെന്നുള്ള രീതിയിലാണ് 3 ആളും ചില സമയത്ത് ബഹളം വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തോമുന് ഭയങ്കര ഇഷ്ടം. തോമു തന്നെ ഓടിക്കും കേട്ടോ. എന്നാലും ഇതിപ്പോൾ റിമോട്ടിൽ ഓടിപ്പിച്ച് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തു എന്നുള്ളൂ. അങ്ങനെ പാച്ചുട്ടി ഉറക്കത്തിൽ നിന്ന് എണീറ്റു. പാച്ചുവിനുള്ള വണ്ടി അടുത്തത് വന്നു. കണ്ടോ, തോമുവിൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഒരേ വണ്ടി ഇടുന്നത്. ഇപ്പോഴത്തെ പുതിയ കളിയാണ് സ്റ്റെപ്പ് ഇങ്ങനെ ചാടി ഇറക്കുക എന്നുള്ളത്. അപ്പോൾ അത് 1 വട്ടം 2 വട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു. കാരണം എങ്ങാനും വീല് അടക്കം ഒന്ന് തെറ്റി മൂക്കുത്തി വീണ് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. കാരണം അതുമ്മ വീണ് കഴിഞ്ഞാൽ മൂക്ക് പൊട്ടേ വായെന്ന് ചോര വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവനാച്ചാൽ പേടിയുമാണ്. അങ്ങനെ എന്തെങ്കിലും പൊട്ടിയാൽ പിന്നെ കരച്ചിലാണ്. അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച്. പക്ഷെ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഒരൊറ്റ ഇതാണ്, അത് കയറ്റി ഇറക്കുക എന്നുള്ളത്. പിന്നെ 2-3 വട്ടം കഴിഞ്ഞപ്പോൾ അവനെന്നെ മതിയായിട്ടാണ്. അപ്പോൾ അപ്പാപ്പൻ കൊച്ചു വണ്ടി നിങ്ങൾ കണ്ടല്ലോ, മറ്റേ പ്ലേ സ്കൂളിൽ നിന്ന് വന്ന വഴിക്ക് അതും കൊണ്ടാണ് മുകളിലേക്ക് പോയത്. അപ്പോൾ അതും കൊണ്ട് താഴത്തേക്ക് വന്ന അപ്പാപ്പൻ പാച്ചുവിനെ കളിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോയേക്കാട്ടോ. അപ്പോൾ പാച്ചു തോമതേ വണ്ടി ഇങ്ങനെ ചാടി ഇറക്കണ. ചാക്കോച്ചൻ കാണില്ലേ എന്നൊക്കെ നോക്കണം. കണ്ടോ, അങ്ങനെ ചാടിയിട്ടാണ് മൂപ്പരുടെ പണി. അപ്പോൾ എപ്പോഴും ഞാൻ പറയും മൂക്കുത്തി വീണ് കഴിഞ്ഞാൽ പക്ഷെ അതൊന്നും പറഞ്ഞ് അവന് മനസ്സിലാവാറായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവരുടെ കളിയും ബഹളമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ഡിവൈൻ ചായക്കുള്ള കാര്യങ്ങൾ നോക്കി. ഓച്ചു ഇതുപോലെ മറ്റേ കോണിൻ്റെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വെറുതെ കോൺ വേവിച്ചിട്ട് അതിൽ ബട്ടറും കുറച്ച് ചാട്ട് മസാല ഇട്ടിട്ട് അത് പിന്നെ ഇത് ഗ്രില്ല് ചെയ്യണു, കാടയുടെ ഗ്രില്ല് ചെയ്യണു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിച്ചണിൽ നമ്മൾ 3 പേരും അവിടെയായിരുന്നു. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വറുത്ത്, കുട്ടികൾക്കുള്ള സംഭവം സോസേജ് കുറച്ച് 2 എടുത്ത് വറുത്തു. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ, കാരണം ഒക്കെ രാത്രി നേരത്തോടെ കിടന്നുറങ്ങും. അപ്പോൾ അങ്ങനെ 2 പേർക്കും അതെ ഒരേ സോസേജ്. അപ്പോൾ ഞാൻ സോസേജ് വേവിക്കുമ്പോൾ സാധാരണ വെള്ളത്തിലിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടാണ് ഞാൻ വറുത്തെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഹാർഡാവും. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും അടുത്ത സംഭവത്തിലേക്ക് വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ നേരത്തെ എൻ്റെ ബാക്കി കണ്ടമാനം കളറുകളുള്ള കാരണം കുറേ നേരം ശരിക്കും ഇതിന് ഇരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ പണിയാണ്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡ്രീം കളക്ഷൻസിലിടാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സ്റ്റാറ്റസ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാനും കാണാനും ഒക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റബിൾ വളയാണ്. അതായത് കണ്ടോ, അറ്റം മുട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഏത് സൈസുകാർക്ക് വേണമെങ്കിലും ഒന്ന് ചെരിച്ചിട്ട് ഇടാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് റൂബിയാണ്. അപ്പോൾ റൂബിയും വൈറ്റും ഒരുവിധം നിങ്ങൾക്കറിയാമല്ലോ, ഒരുവിധം എല്ലാ കളേഴ്സും നമ്മളുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലോക്കറ്റുകളായാലും കമ്മലായാലും മോതിരായാലും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ സൂഫിയുടെ വട്ടനയുള്ള വള. ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റോക്ക് കിട്ടാനില്ല. ഇത് ഫുൾ 2 സൈസാണ്. 2 സൈസ് സാധാരണ കിട്ടാറില്ല. അപ്പോൾ ഞാൻ കിട്ടിയപ്പോൾ ഞാൻ ഒരുമിച്ച് എടുത്ത് പ്ലേറ്റ് ചെയ്ത് വെച്ചതാണ്. കാരണം ഏറ്റവും കുഞ്ഞിയ വളകൾ ചോദിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും കിട്ടാറില്ല. 2.2ഉം 2.10ഉം വളരെ കുറവാണ്. അപ്പോൾ ഇത് 2.4 വളരെ ഒരു 4 പീസ് തന്നെയുള്ളൂ, കൂടുതലൊന്നുമില്ല. അതുപോലെ തന്നെ 2.6 അതെ, ഈ 2 പീസ് തന്നെയുള്ളൂ. അപ്പോൾ 2.2 നമുക്ക് കിട്ടിയ വഴിക്ക് ഞാൻ അതെടുത്ത് കൂടുതൽ എടുത്ത് പ്ലേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ്റെ അനിയനും കൂടിയിട്ട് കടുവ കളിക്കുക. കടുവ സിനിമയിൽ ഇരിക്കുന്ന പോലെ. അപ്പോൾ എന്നെ സ്ഥാനാർത്ഥിയുടെ പോലെ കൈ ഉയർത്തി അങ്ങനെ ഓച്ചുൻ്റെ പണിയാട്ടോ ഇത്. അപ്പോൾ രാത്രിയിലായപ്പോൾ അവരെയും കൊണ്ട് മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി എന്താ പറയുക, അങ്ങോട്ടും കൂടെ ഒന്ന് ഓടിച്ചതാണ്. കാരണം ഫുൾ ടൈം അകത്തെന്ന് പറയുമ്പോൾ ഭയങ്കര പുറത്തും ചൂടൊക്കെ ഉണ്ട്.
എന്നാലും എത്ര നേരം എന്ന് വെച്ചിട്ട് കുട്ടികളെ അകത്തിട്ടിട്ട് വളർത്തിയ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം പുറത്തേക്ക് ഇറക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇന്ന് ചപ്പാത്തിയും ഗ്രീൻ ചിക്കനും ആയിരുന്നു. പിന്നെ നമ്മുടെ കാട ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അവരൊക്കെ വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കിച്ചണിലത്തെ പണിക്ക് നിൽക്കുന്നത്. അപ്പോൾ ഒരുവിധം പാത്രങ്ങളൊക്കെ കുട്ടികൾ കഴുകി ഒതുക്കിയിട്ടാണ് അവർ പോയത് കേട്ടോ. ബാക്കിയുള്ള പണികൾ എനിക്കൊന്ന് ഒതുക്കുക എന്നുള്ള പണികളുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവർക്കുള്ള ഇറച്ചിയൊക്കെ വെച്ച് കൊടുത്തു. അവരുടെ ഫുഡ് കഴിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓരോ ഭാഗങ്ങളായിട്ട് അടച്ച്. പിന്നെ നിങ്ങൾക്കറിയാലോ എന്തായിരിക്കും എൻ്റെ പതിവ് പണികളെന്ന്. അപ്പോൾ തുണികളൊക്കെ അവിടെ ഇട്ടുണ്ട്. ഉച്ച തിരിഞ്ഞ് വാഷ് ചെയ്ത കാരണം ഞാൻ രാത്രി എടുക്കാൻ നിന്നില്ല. എന്തായാലും നാളെ ഒരു വെയിലും കൂടി കൊണ്ടിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കയറി. അപ്പോൾ ഞാൻ ഇന്ന് ഇത് മൂടി വെച്ചിട്ടില്ല, കാരണം ഒരു ചൂടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറിയിട്ട് നാളെ ഒതുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചേക്കാണ്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ കിച്ചണിലേക്ക് വന്നു. കിച്ചണിലത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കഴിഞ്ഞിട്ട് കിടക്കാനാണ് എനിക്കിഷ്ടം. ഇപ്പോഴും ഞാൻ കിച്ചൺ കണ്ടപ്പോഴാണ് വെള്ളം വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. ഞാൻ പോയിട്ട് ഒരു പാത്രം വെള്ളം വെക്കണം കേട്ടോ. കാരണം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കാൻ നോക്കിയപ്പോൾ അയ്യോ ഞാൻ ഇന്ന് വെള്ളം വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ ബാക്കി കണക്കെഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുരിശ് വരയ്ക്കാനായിട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഏറ്റവും ഭംഗിയായിട്ട് കഴിഞ്ഞു. കാരണം തോമോനെ ചാക്കോച്ചനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു, ഇനി എന്താണാവോ കർത്താവെ പറയാന്നുള്ളത്. ദൈവം സഹായിച്ച് ഒരു കുഴപ്പമുണ്ടായില്ല. അവൻ ഒരു പ്രശ്നമില്ലാണ്ട് പോകുമ്പോൾ പേടിച്ചെങ്കിലും വരുമ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് മിടുക്കരായിട്ട് തന്നെയാണ് വന്നത് കേട്ടോ. അങ്ങനെ നല്ലൊരു ദിവസം കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ കേട്ടോ. നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.